നവീകരിച്ച വാണിയമ്പറ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 16 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സമസ്ത കേരള യൂത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കും. സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിക്കുന്നു. ഉദ്ഘാടന വേദിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്ത് ഹൈദർ അലി അൽ ഹസനി സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് ഹൈദർ അലി അൽ ഹസനിയാണ്. പാലക്കാട് ജില്ലയുടെ തൃശ്ശൂർ ബോർഡറിൽ കിടക്കുന്ന വാണിയമ്പാറ പ്രദേശത്തുള്ള ജുമാ മസ്ജിദിലെ ഖത്തീബാണ് ഞാൻ. അൽഹംദുലില്ലാഹ്, ഞങ്ങളുടെ പള്ളി 2.5 വർഷങ്ങൾക്ക് മുമ്പ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണികൾ തുടങ്ങുകയും അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് ഈ പ്രദേശത്തുള്ള നാനാജാതി മനുഷ്യരുടെ സഹകരണങ്ങളാൽ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അൽഹംദുലില്ലാഹ് അതിൻ്റെ ഉദ്ഘാടനം അടുത്തിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 16-ാം തീയതി കൃത്യം 4 മണിക്ക് സമസ്ത പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ മസ്ജിദിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതോടൊപ്പം തുറന്നു നടക്കുന്ന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കൻസുൽ ഫഖഹ KP മുഹമ്മദ് മുസ്ലിയാർ കൊമ്പം മുഖ്യപ്രഭാഷണം നടത്തുന്നുണ്ട്. പ്രസിദ്ധ പണ്ഡിതൻ കൂടിയായ ഓണംപള്ളി മുഹമ്മദ് ഫൈലി നസീഹത്ത് നിർവഹിക്കുന്നുണ്ട്. അതോടൊപ്പം മഗ്രിബ് നിസ്കാര ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ അൽഹംദുലില്ലാഹ് കേരളത്തിൽ അറിയപ്പെട്ട മത, സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക മണ്ഡലങ്ങളിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ആ സാംസ്കാരിക സമ്മേളനവും അതിവിപുലമായി നടക്കുന്നുണ്ട്. മുഖ്യപ്രഭാഷണവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുനീർ ഹുദവി വിളയിൽ ആണ് സംവദിക്കുന്നത്. അതോടൊപ്പം മറ്റു പല രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലുള്ള പ്രമുഖർ സംബന്ധിക്കുന്ന ആ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജൻ ഉൾപ്പെടെ, MP ശ്രീകണ്ഠൻ ഉൾപ്പെടെ, നമ്മുടെ MLA സുമോദ് ഉൾപ്പെടെ വിവിധ ഉന്നത വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്കും നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെയൊക്കെ ഇടപെടലുകളും സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട സാന്നിധ്യവും ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് പാണഞ്ചേരി അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക.